ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള 666 മാജിക് ഡേ ആണ്. ഷഷ്ടി തിഥിയിലാണ് ഈ പ്രാവശ്യത്തെ 666 മാജിക് ഡേ വന്നിരിക്കുന്നത്. അതായത് ഭഗവാൻ അറുമുഖൻ്റെ ദിവസത്തിലാണ് ഈ ഒരു മാജിക് ഡേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ എനർജി വളരെയധികം ഹൈയിൽ നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ. അതുമാത്രവുമല്ല, ദ്വിപുഷ്കര യോഗമുള്ള ദിവസമാണ് നാളെ ശനിയാഴ്ച. അർദ്ധരാത്രിയിൽ ആരംഭിച്ചിട്ട് ശനിയാഴ്ച രാവിലെ ഏകദേശം 6:03 കൂടിയിട്ട് അവസാനിക്കുമെന്നാൽ പോലും വളരെയധികം പവറുള്ള ദ്വിപുഷ്കര യോഗം കൂടിയിട്ടുണ്ട്. നാളത്തെ ദിവസം നമ്മൾ വെറും 6 പ്രാവശ്യം മാത്രം നമ്മുടെ ആഗ്രഹം എഴുതി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അതിനു മുൻപ് അധികമാസത്തിലെ വെള്ളിയാഴ്ചയായ ഇന്ന് 33 പച്ച കുപ്പിവളകൾ ദേവിക്ക് സമർപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ പോയി കണ്ട് ഇന്ന് അമ്മയ്ക്കത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് ഇന്ന് പഞ്ചമി തിഥി കൂടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു കാർത്തികേയം യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. 666 മാജിക് പോർട്ടൽ. നമുക്കറിയാം, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ പവറുള്ള ഒന്നാണെന്നുള്ളത്. ഒരുപാട് പേർക്ക് മാനിഫെസ്റ്റേഷൻസിലൂടെ അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിവുണ്ട്. നല്ല ഓറ പവറുള്ളവർക്ക് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്ത് കാര്യങ്ങളെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. കോൺസെൻട്രേഷൻ ഉള്ളവർക്ക്, നല്ല ഓറ പവർ ഉള്ളവർക്ക്, മെഡിറ്റേഷൻ ചെയ്ത് നല്ല പരിചയമുള്ളവർക്കൊക്കെ അവർക്ക് വേണ്ടത് പ്രപഞ്ചത്തിനോട് ചോദിച്ചു മേടിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക പവറുണ്ട്. എന്നാൽ വളരെ കുറച്ച് പേർക്ക് ആ ഒരു പവർ വളരെ ലെസ്സായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയം നമുക്ക് വളരെയധികം ഉപകരിക്കുന്ന ഒന്നാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻസ് പോർട്ടൽ ഓപ്പൺ ആകുന്ന സമയങ്ങളെന്ന് പറയുന്നത്. അപ്പം നാളെ 666 മാനിഫെസ്റ്റേഷൻ പോർട്ടൽ പ്ലസ് ഈ ഒരു ജൂൺ മാസത്തിലെ കറുത്തപക്ഷ ഷഷ്ടിയാണ് ശനിയാഴ്ചയോടുകൂടി വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ദിവസം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് 666 മാജിക് പോർട്ടൽ ഇവിടെ എഴുതി ആഗ്രഹം സാധിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഒരു സംശയം വരും, പീരിയഡ്സ്, പുല, വാലായ്മ പോലെയുള്ള കാര്യങ്ങൾ ഉള്ളവർക്കിത് ചെയ്യാമോ എന്നുള്ളത്. എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു മാജിക് പോർട്ടലിന് നമുക്ക് യാതൊരു വിധത്തിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പിന്നെ പീരിയഡ്സ്, പുല, വാലായ്മ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുളിച്ചിട്ട് വന്ന ഉടനെ ഇത് ചെയ്യുക. നമുക്ക് നാളെ ഇത് വെറും 2 സമയത്ത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് രാവിലെ കറക്റ്റ് 6 മണി, വൈകിട്ട് 6 മണി, ഈ 2 സമയം. ഒപ്പം തന്നെ 6 മണി മുതൽ 6:06 വരെയുള്ള സമയം, ആ ഒരു 6 മിനിറ്റാണ് വളരെ പവർഫുൾ ആയിട്ടുള്ളത്. നമുക്കിത് ചെയ്യാൻ 6 മിനിറ്റിൻ്റെ ആവശ്യം പോലും വേണ്ടാത്തത് കൊണ്ട് തന്നെ 6 മണിക്ക് തുടങ്ങിയാൽ 6:06 മുൻപ് ഇത് തീർച്ചയായും അവസാനിച്ചിരിക്കും. 2 നേരവും ചെയ്യാൻ പാടില്ല, ഏതെങ്കിലും ഒരു നേരം മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പം രാവിലെ 6 മുതൽ 6:06 വരെ, അങ്ങനെയല്ലെങ്കിൽ വൈകിട്ട് 6 മുതൽ 6:06 വരെ. ഇനി പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ചിലപ്പോൾ ഇത് മിസ്സായി പോയേക്കാം. വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്കൊരു 6 മണി മുതൽ 6:59 വരെയുള്ള സമയം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സമയമാണ് ഞാൻ പറഞ്ഞ 6 മുതൽ 6:06 വരെയുള്ള സമയമെന്ന് പറയുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ വരച്ചെടുത്തതാണ്. അതുകൊണ്ടാണ് ഇതത്ര പെർഫെക്റ്റ് അല്ലാതെ ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ കൈകൊണ്ട് വരയ്ക്കുമ്പോഴേ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും വരില്ലല്ലോ. നമുക്ക് വേണ്ടത് ഒരു A4 ഷീറ്റ് പേപ്പറാണ്. അതായത് ലൈൻസ് ഒന്നുമില്ലാത്ത A4 ഷീറ്റ് പേപ്പർ. നമ്മുടെ മക്കളുടെ ബുക്കിൻ്റെ പേപ്പറാണെങ്കിലും മതിയാവും. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ലൈൻസ് ഒന്നും അതിൽ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു പേപ്പറും റെഡ് കളറിലെ പേന അല്ലെങ്കിൽ കുങ്കുമം വെള്ളം കൊണ്ടോ റോസ് വാട്ടർ കൊണ്ടോ മിക്സ് ചെയ്തെടുത്തതും
പേന എന്ന് പറയുമ്പോൾ സ്കെച്ച് പെൻ ആവാം, മാർക്കർ ആവാം, അല്ലെങ്കിൽ നമുക്ക് റെഡ് കളറിലെ ഇങ്ക് പെൻ ഉണ്ടല്ലോ, ബോൾ പെന്നോ ജെൽ പെന്നോ അതാണെങ്കിലും മതിയാവും. ഇതൊന്നും ഇല്ലാത്തവർക്കാണ് ഞാൻ ഈ പറഞ്ഞ കുങ്കുമത്തിലോ റോസ് വാട്ടറോ അങ്ങനെ ശുദ്ധമായ ജലമോ കൊണ്ട് കലക്കിയിട്ട് നമ്മൾ നമ്മുടെ തുളസി കമ്പ് കൊണ്ടോ സാമ്പ്രാണിയുടെ ആ കമ്പ് കൊണ്ടോ ഒക്കെ എഴുതാവുന്നതാണ്. നമ്മൾ സ്വസ്ഥമായിട്ട് ഒരിടത്ത് പോയി ഇരിക്കുക. കുറച്ച് നേരത്തേക്ക് നമ്മളെ ആരെയും ഡിസ്റ്റർബ് ചെയ്യരുത്. അതുപോലെ വേണം നമ്മൾ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ 6 മണിയാണെങ്കിൽ രാവിലെ നിങ്ങൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊന്ന് ശുദ്ധമായിട്ട് വന്നിരുന്ന് എഴുതുക. ഇപ്പോൾ കുളിക്കണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. പീരിയഡ്സ് പോലെ വാലായ്മ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം നമ്മൾ കുളിച്ചാൽ മതിയാവും. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കൊളുത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുളിക്കുമല്ലോ. കുളിച്ചില്ലെങ്കിലും മുഖമൊക്കെ ഒന്ന് കഴുകി ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായിട്ട് വന്ന് സ്വസ്ഥമായിട്ട് ഒരിടത്തിരിക്കുന്നു. ഇരുന്നതിന് ശേഷം 3 പ്രാവശ്യം ശ്വാസം ഇൻഹേൽ എക്സേൽ ചെയ്യുക. അതായത് അകത്തോട്ടും പുറത്തോട്ടും വിടുക. വളരെ പെട്ടെന്നൊന്നുമല്ല, വളരെ സ്ലോ ആയിട്ടേ ശ്വാസം അകത്തോട്ട് എടുക്കാവുള്ളൂ. അതേപോലെ തന്നെ പുറത്തോട്ടും വിടുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒന്ന് കാമാവാൻ വേണ്ടിയിട്ടും നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും ആണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം, ഒന്നെങ്കിൽ ഒരേ ഒരാഗ്രഹം മാത്രം എടുക്കാം, അങ്ങനെയല്ലെങ്കിൽ 6 ആഗ്രഹങ്ങൾ എടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. എപ്പോഴും നമ്മൾ ഒരൊറ്റ ആഗ്രഹത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് വളരെ ഉത്തമം. അങ്ങനെ ആഗ്രഹം എടുത്തതിന് ശേഷം മനസ്സിൽ ഓർത്തതിന് ശേഷം നമ്മൾ ആ പേപ്പറിൽ ശരവണഭവ ഈ കോലം വരയ്ക്കുക. എല്ലാവർക്കും ഈ കോലം വരയ്ക്കാൻ അറിയാവുന്നതാണല്ലോ. അതായത് ഒരു ട്രയാങ്കിൾ താഴോട്ടും ഒരു ട്രയാങ്കിൾ മുകളിലോട്ടും. ശിവശക്തി സംയോജനമാണ് ഈ ട്രയാങ്കിൾ എന്നാണ് പറയുന്നത്. ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുന്നു. വരച്ചതിന് ശേഷം അതിന് നടുക്കായിട്ട് നമ്മൾ ശരവണഭവ എഴുതുന്നു. ഇത് ഭഗവാന്റെ 6 എഴുത്ത് മന്ത്രമാണ്. അപ്പം ഇത് നമ്മൾ ആ ഒരു അകത്ത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ എഴുതുന്നു. ശേഷം ആ 6 ത്രികോണങ്ങളിൽ മൂലയ്ക്കായിട്ടുള്ള 6 കോണുകളിൽ നമ്മൾ നമ്മളുടെ ആഗ്രഹം, ഒന്നെങ്കിൽ ഒരേ ഒരാഗ്രഹം എഴുതുക, അല്ലെങ്കിൽ 6 ആഗ്രഹങ്ങൾ. കല്യാണമാണെങ്കിൽ മാരേജ്, കല്യാണം എന്ന് മാത്രം എഴുതുക. ജോലിയാണെങ്കിൽ ഇന്ന ജോലി, ഏത് ജോലിക്കാണോ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് ആ ജോലി, ആ പേരെഴുതുക. മക്കൾക്ക് വേണ്ടിയിട്ടാണ് അമ്മമാർ എഴുതുന്നെങ്കിൽ മക്കളുടെ പേരെഴുതിയിട്ട് ജോലി എഴുതണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് എഴുതുകയാണ്, ആൾക്ക് ജോലി വേണം, ടീച്ചിങ് പ്രൊഫഷൻ ആണ് എന്നുണ്ടെങ്കിൽ മക്കളുടെ പേര് പാർവതി ടീച്ചർ അങ്ങനെ എഴുതുക. ഇപ്പോൾ മോനാണെന്നുണ്ടെങ്കിൽ മോൻ്റെ പേര്, ആ പേരെഴുതിയിട്ട് എന്ത് ജോലിയാണ് മോന് വേണ്ടത് അതെഴുതുക. ഇനി വാഹനമാണെന്നുണ്ടെങ്കിൽ വാഹനം എന്നെഴുതുക. വേണം എന്നൊന്നും എഴുതരുത്, ആ പേര് മാത്രം. ഇത്ര രൂപയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എത്രയാണോ സ്പെസിഫൈ ചെയ്യുന്ന എമൗണ്ട് അകത്തെഴുതുക. അതിന് ഇന്ന കാര്യം എനിക്ക് വേണം എന്നുള്ളതല്ല, സ്പെസിഫൈ ചെയ്യേണ്ടത് ആ ഒരു കാര്യം മാത്രമാണ്. അമ്മമാർ മക്കൾക്ക് വേണ്ടിയിട്ട്, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ പേരും കൂടെ അതിനോടൊപ്പം ചേർത്ത് എഴുതണം. ഇപ്പം മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ, ഇപ്പം മക്കൾക്ക് ജോലി മാത്രമല്ല, മക്കൾക്ക് വീടാണെന്നുണ്ടെങ്കിലും മകളുടെ അല്ലെങ്കിൽ മകൻ്റെ പേരെഴുതിയിട്ട് വീടെന്ന് എഴുതണം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ 6 പ്രാവശ്യം, ഒന്നെങ്കിൽ ഒരൊറ്റ ആഗ്രഹം 6 കോളത്തിലും അത് തന്നെ എഴുതണം, അങ്ങനെയല്ലെങ്കിൽ 6 ആഗ്രഹങ്ങൾ ഓരോ കോളത്തിലുമായിട്ട് 6 പ്രാവശ്യം എഴുതണം. എഴുതിയതിന് ശേഷം ആ പേപ്പർ മടക്കി നമ്മൾ കയ്യിൽ വെച്ചിട്ട് ശരവണഭവ എന്നുള്ളത് മനസ്സിൽ 6 പ്രാവശ്യം പറയുന്നു. മുരുക ഭഗവാനോട് മനസ്സിൽ നമ്മൾ നന്ദിയും പറയുന്നു. പറഞ്ഞതിന് ശേഷം നാളത്തെ ദിവസം മുഴുവൻ, ഇപ്പം വിളക്ക് കൊളുത്തുന്നിടത്ത് പോകാൻ പറ്റുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഭഗവാൻ മുരുകൻ്റെ ഫോട്ടോ, വേല് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനടുത്തായിട്ട് വെക്കുക. ഇല്ലെങ്കിൽ വിളക്കിനടുത്തായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ പീരിയഡ്സ്, പുലാവാലായ്മ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരിടത്ത് വെച്ചിരിക്കുക. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് രാവിലെ 6 മണിക്കും വൈകിട്ട് 6 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് അത് കത്തിച്ച് ആ ചാരം പ്രപഞ്ചത്തിനൂതി എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി എന്ന് പറയുക. ഇപ്പോൾ പേപ്പർ കത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് അലിയിച്ച് ചെടിയുടെ ചുവട്ടിലിടുക, നന്ദിയും പറയുക. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. വളരെ ഈസിയാണ്, പക്ഷേ വളരെ പെട്ടെന്ന്
ഏറ്റവും കുറഞ്ഞത് 6 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒന്നിന്, ഇപ്പോൾ 6 ആഗ്രഹങ്ങൾ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒന്നിനെങ്കിലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഒരേ ഒരു ആഗ്രഹമാണ് 6 കോളങ്ങളിലും എഴുതിയിട്ടുള്ളവർക്ക് ഭഗവാൻ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സൈൻ കാണിച്ചു തന്നിരിക്കും. വിശ്വാസപൂർവ്വം നമ്മളിത് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.